أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ തആലൗ നിങ്ങൾ വരിക ഇലാമാ അൻസലല്ലാഹു അല്ലാഹു ഇറക്കിയതിലേക്ക് വ ഇലർ റസൂലി റസൂലിലേക്കും വരിക എന്ന് പറയപ്പെട്ടാൽ ഖാലു അവർ പറഞ്ഞു ഹസ്ബുന ഞങ്ങൾക്ക് മതി മാ വജദ്ന ഞങ്ങൾ കണ്ടെത്തിയത് അലൈഹി അതിൻ്റെ മേൽ ആബാഅന ഞങ്ങളുടെ പൂർവികർ ഏതൊന്നിലാണോ അതിൽ മതി ഞങ്ങൾക്ക്. അവലൗക്കാന ആബാഉഹും അവരുടെ ആ പൂർവികരാണെങ്കിലുമോ ലാ യഅലമൂന ശൈഅൻ ഒന്നും അറിയാത്തവരും വലാ യഹ്തദൂൻ സന്മാർഗം പ്രാപിച്ചവരും അല്ലാത്തവരും ആണെങ്കിലോ. യാ അയ്യുഹല്ലദീന ആമനു ഹേ വിശ്വാസികളെ അലൈക്കും നിങ്ങൾക്ക് ബാധ്യത അംഫുസക്കും നിങ്ങളോട് തന്നെയാണ്. ലാ യദുറുക്കും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയില്ല മൻ വല്ല പിഴച്ചവർ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയില്ല ഇദഹ്തദൈത്തും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചുവെങ്കിൽ. ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ് മർജിഉക്കും ജമീഅൻ നിങ്ങൾ മുഴുവത്തിൻ്റെയും മടക്കം അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരും ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചതെന്ന്. യാ അയ്യുഹല്ലദീന ആമനു ഹേ വിശ്വാസികളെ ഷഹാദത്തു ബൈനിക്കും നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം ഇദാ ഹദറ അഹദക്കുമുൽ മൗത്തു നിങ്ങളിൽ ഒരുത്തന് മരണമാസന്നമായാൽ ഹീനൽ വസിയ്യത്തി ആ വസിയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിലുള്ള സാക്ഷ്യം. ആ സാക്ഷ്യം ഇസ്നാനി രണ്ടാളുകളാണ് ദവാ അദിലിം മിൻകും നിങ്ങളിൽ നിന്ന് നീതിനിഷ്ഠയുള്ള രണ്ടാളുകൾ സാക്ഷികളാവണം. ഔ ആഖറാനി അല്ലെങ്കിൽ വേറെ രണ്ടുപേർ മിൻ ഗൈരിക്കും നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള രണ്ടുപേർ. ഇൻ അൻതും നിങ്ങളാണെങ്കിൽ ദറബത്തും നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഫിൽ അർളി ഭൂമിയിൽ നിങ്ങൾ സഞ്ചാരത്തിലാണെങ്കിൽ ഫ അസ്വാബത്തുക്കും മുസീബത്തുൽ മൗത്തി അങ്ങനെ ആ മരണത്തിൻ്റെ വിപത്ത് നിങ്ങളെ ബാധിച്ചു നിങ്ങൾ യാത്രയിലായിരിക്കെ. അപ്പോൾ ആ നിങ്ങളല്ലാത്ത രണ്ടു പേരാണ് സാക്ഷികളാവേണ്ടത്. തഹബിസൂനഹുമ ആ സാക്ഷ്യത്തിൽ വല്ല സംശയങ്ങളും സംഭവിച്ചാൽ തഹബിസൂനഹുമ ആ രണ്ട് സാക്ഷികളെ നിങ്ങൾ പിടിച്ചു നിർത്തണം മിൻ ബഅദി സ്വലാത്തി നമസ്കാരത്തിന് ശേഷം. ഫയുഖ്സിമാനി ബില്ലാ എന്നിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ അവരെ രണ്ടുപേരെ കൊണ്ടും സത്യം ചെയ്യിക്കണം. ഇനിർത്തബുത്തും നിങ്ങൾ ആ സാക്ഷ്യത്തിൽ സംശയിക്കുന്നുവെങ്കിൽ. എന്താണ് സത്യം ചെയ്യിക്കേണ്ടത്? ലാ നസ്തരീ ബിഹി ആ സാക്ഷ്യത്തെ ഞങ്ങൾ വിൽക്കുകയില്ല. സമനൻ ഒരു വിലക്കും ഞങ്ങൾ വിൽക്കുകയില്ല. വലൗ ഖാനദാ കുർബ അത് എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ശരി. വലാ നക്തുമു ഞങ്ങൾ മറച്ചു വെക്കുകയില്ല ഷഹാദത്ത് അള്ളാഹുവിൻ്റെ കൊടുത്ത ആ സാക്ഷ്യം ഞങ്ങൾ മറച്ചു വെക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ മറച്ചു വെച്ചാൽ ഇദല്ല മിനൽ ആസിമീൻ ഞങ്ങൾ നിശ്ചയമായും കുറ്റക്കാരായി മാറും. ഫ ഇൻ ഉസിറ ഇനി വെളിപ്പെട്ടാൽ എങ്ങനെയെങ്കിലും വെളിപ്പെട്ടാൽ അല അന്നഹു മസ്തഹക്ക ഇസ്മൻ ആ രണ്ട് സാക്ഷികൾ ആ ബാധ്യത ഏറ്റെടുത്ത സാക്ഷികൾ കുറ്റക്കാരാണ് എന്ന് വെളിപ്പെട്ടാൽ ഫ ആഖറാനി അപ്പോൾ മറ്റു രണ്ടുപേർ യക്കൂമാനി അവർ നിൽക്കണം രണ്ടുപേർ നിൽക്കണം മക്കാമഹുമ ഈ രണ്ടുപേരുടെ സാക്ഷ്യത്തിന് പകരം നിൽക്കണം. മിനല്ലദീന ഇസ്തഹക്ക അലൈഹിം ആർക്കുമേലാണോ ഇവരുടെ സാക്ഷ്യം കൊണ്ട് ബാധ്യതയുണ്ടായിട്ടുള്ളത് അവരിൽ നിന്ന് ഔലയാനി അവരോട് ഏറ്റവും അടുത്ത രണ്ടാളുകൾ. ഫയുഖ്സിമാനി ബില്ലാ എന്നിട്ട് അവർ രണ്ടുപേരും സത്യം ചെയ്യണം അള്ളാഹുവിന് ആണയിട്ട് സത്യം ചെയ്യണം. ല ഷഹാദത്തുന നിശ്ചയമായും ഞങ്ങളുടെ സാക്ഷ്യമാണ് അഹക്കുമിൻ ഷഹാദത്തിഹിമ ഈ രണ്ടുപേരുടെ സാക്ഷ്യത്തേക്കാൾ ഏറ്റവും സത്യമായിട്ടുള്ളത്. വ മഅത്തദൈന ഞങ്ങൾ അതിരുവിട്ടിട്ടില്ല ഈ സാക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ അതിരുവിട്ടാൽ ഇദല്ല മിനൽ ളാലിമീൻ നിശ്ചയമായും ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്നവർ സാക്ഷ്യം പറയണം. ദാലിക അത് ഈ പറയുന്ന സാക്ഷ്യവും അതിൻ്റെ ആ സംഭവങ്ങളും അത് ഏറ്റവും നല്ലതാണ്. അയ്യത്തു അവർ കൊണ്ടുവരാൻ ബിഷഹാദത്തി സാക്ഷ്യത്തെ കൊണ്ടുവരാൻ അലാ വജ്ഹിഹ അതിൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ ഏറ്റവും നല്ലതാണ്. ഔ യഖാഫു അല്ലെങ്കിൽ അവർ ഭയപ്പെടാൻ അൻ തുറദ്ദ ഐമാനുൻ അവരുടെ സാക്ഷ്യം തള്ളപ്പെടുന്നത് അവർ ഭയപ്പെടും. ബഅദ ഐമാനിഹിം അവർ ആ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം. വത്തഖുല്ലാഹ അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വ പുലർത്തുക. വസ്മഉ ആ തഖ്വയോടെ കേൾക്കുക. അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ അധർമ്മികളായ ഒരു കൗമിനെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല.
കുറച്ചൊക്കെ കോടതി ഭാഷകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ വാക്ക് പറയുമ്പോൾ മാത്രമേ നമുക്ക് സംഗതി മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഈ സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇത് ഹുദൈബിയ സന്ധി അതിനോടൊക്കെ അനുബന്ധിച്ചാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്നത്. അത് നമ്മൾ ചരിത്രത്തിൽ പറയുന്ന 7-ാം നൂറ്റാണ്ടാണ്. അതായത് ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വളർത്തിയെടുത്ത ഒരു സമൂഹം, അവർ മദീനയിൽ ജീവിച്ച ആ സമൂഹം, അത് ചെറു സമൂഹമാണ്. ആ സമൂഹം ലോകത്തിൻ്റെ വിശാലതയിലേക്ക്, അതായത് റോമാ സാമ്രാജ്യത്തിലേക്കും പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കുമൊക്കെ അങ്ങ് കടന്നു കയറുന്ന ഒരു സാഹചര്യമാണ്. അതായത് എന്താണ് ഈ ദീൻ, എന്താണ് ഇസ്ലാം എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശീലിപ്പിച്ചെടുത്ത ആ തെളിച്ചമുള്ള ആ സ്വഹാബാക്കളാകുന്ന ആ സമൂഹത്തിനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് നിർത്തുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ്? നിങ്ങൾ നീതിക്ക് സാക്ഷികളാവണം എന്ന് പറഞ്ഞിട്ട്. നീതി എന്താണെന്ന് ലോക സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സംസാരം, ഈ സൂറത്തുൽ മാഇദ അതിൻ്റെ തുടക്കം മുതലേ വരുന്നത്. അതിൻ്റെ ഏറെക്കുറെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ. ഇനി 1-2 ക്ലാസ്സോടുകൂടി നമ്മൾ ഈ സൂറത്തുൽ മാഇദ അവസാനിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം ഇത് പറയുമ്പോൾ. അങ്ങനെ ഇവർ നേരിടുന്ന സമൂഹം എന്ന് പറയുന്നത്, മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ തിന്മയിൽ അധിഷ്ഠിതരായ സമൂഹങ്ങളാണ്. അതായത് എല്ലാ വിഷയത്തിലും, എല്ലാ മേഖലകളും നന്മയും തിന്മയും ഉണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു നന്മയും തിന്മയും സമമാവുകയില്ല. അതൊരിക്കലും കൂട്ടിമുട്ടുന്ന രേഖകളല്ല, അത് സമാന്തരമായി പോകുന്ന രേഖകളാണ്. അത് രണ്ടും ഉണ്ടാവും. കാരണം തിന്മ, മനുഷ്യനുള്ളിടത്തോളം കാലം തിന്മ നിലനിൽക്കും, തിന്മ നശിക്കുന്നില്ല. തിന്മയുടെ മേൽക്കൈ നേടാനേ പറ്റുള്ളൂ, അല്ലാതെ അത് നശിപ്പിക്കാനൊന്നും അത് കഴിയില്ല. മനുഷ്യരുണ്ടോ തിന്മയും ഇവിടെ ഉണ്ടാവും, നന്മയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ ഈ നന്മയുടെ ആളുകൾക്ക് ഈ തിന്മ ഇങ്ങനെ കാണുമ്പോൾ, അത് നടമാടുന്നത് കാണുമ്പോൾ, അതിൻ്റെ കസറത്തുൽ ഖബീസ്, ആ തിന്മയുടെ ആധിക്യം കാണുമ്പോൾ മാനസികമായ പ്രശ്നമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു സംഭവമാണ്. അതുകൊണ്ടാണ് റസൂലിനോട് പറയുന്നത് ഫല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ, സൂറത്തുൽ കഹ്ഫിൽ പറയാം. അതായത് ഈ ആളുകളുടെ നീ കൊണ്ടുവന്ന ഈ വൃത്താന്തം അവർ അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നെ കൊല്ലണ്ട എന്നൊക്കെ റസൂല് പറയുന്നുണ്ട്. കാരണം എന്നിട്ട് പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്നാണ്. അതായത് ഭൂമിയിലുള്ള എന്തും അതിന് അതിൻ്റേതായ ആസ്വാദ്യത ഉണ്ട്. അത് അടിമത്തമാണെങ്കിലുമുണ്ട്, കൊലപാതകമാണെങ്കിലുമുണ്ട്, എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഒരു ആസ്വാദനം ഉണ്ട്. അതിൽ കുറച്ചങ്ങോട്ട് പോയാൽ അത് ആസ്വദിക്കാൻ തുടങ്ങും മനുഷ്യൻ. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം. അപ്പോൾ സിഗരറ്റ് ആദ്യം ഒരാൾ വലിക്കുമ്പോൾ ചുമക്കും, മദ്യം ഒരാൾ കഴിക്കുമ്പോൾ അത് പുറത്തേക്ക് വരാൻ നോക്കും. അതായത് വെച്ചാൽ ആ പ്രയാസത്തോടു കൂടി തന്നെയാണ് ആളുകൾ പിന്നെ അത് ആസ്വാദനത്തിലേക്ക് പോകുന്നത്. ഇതെല്ലാ കാര്യത്തിലുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്, അടിമത്തത്തിലും കൊലപാതകത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ആസ്വദിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം ഈ പ്രകൃതിയിൽ അള്ളാഹു തന്നെ വെച്ചതാണ്. എന്തിനാണ്? ആ ആസ്വാദനത്തിന് പിറകെ പോകുമോ അതോ നന്മയുടെ പിറകെ പോകുമോ എന്നുള്ളതാണ് നോട്ടം. അതാണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ സംഭവമുണ്ട്. അപ്പോൾ അത് ഈ മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു. കാരണം ഈ തിന്മയിൽ ആണ്ടുപോയിട്ട് കിടക്കുന്ന ആളുകൾ, അത് ആസ്വാദ്യകരമായി മാറ്റിയ ആളുകൾ, അവർ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. ആ ഒരു സാഹചര്യം വെച്ചപ്പോൾ ഇതാ കീലലഹും, അവരോട് പറയപ്പെട്ടാൽ, ഈ തിന്മയുടെ ഈ ആധിക്യത്തിൽ പെട്ടുപോയ ആ സമൂഹത്തിലെ ഈ ആളുകളോട് പറയപ്പെട്ടാൽ തആലൗ, നിങ്ങൾ വരിക, ഇലാമ അൻസലല്ലാ, അള്ളാഹു ഇറക്കിയതിലേക്ക്, വൈലർ റസൂലി, റസൂലിലേക്ക് വരിക എന്ന് അവരോട് പറയപ്പെട്ടാൽ. അങ്ങനെ പറയപ്പെട്ടാൽ, ഇതിങ്ങനെ പറയപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധേനെ കൊണ്ടുപോവുക. ഖാലു ഹസ്ബുന മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവികർ ഏതൊന്നിനാണോ അത് മതി ഞങ്ങൾക്ക് എന്നാണ്. അത് മതി ഞങ്ങൾക്ക്. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അവർ റദ്ദ് ചെയ്യും, അള്ളാഹുവിനെയും റസൂലിനെയും റദ്ദ് ചെയ്യും. ഇത് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇതാണ്. ഇത് അവരുടെ ആളുകൾ എന്താ ചോദിച്ചാൽ ഈ സംഭവത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് ശആഇറുകളിൽ നന്മയും തിന്മയുമുണ്ട്.
അള്ളാഹു വച്ച ഷായറുകളുണ്ട്. അത് കഅബയാണ്, അതുമാതിരി ബലിമൃഗങ്ങളാണ്, മാസങ്ങളാണ്, ഷഹറുൽ ഹറാമുകളാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അള്ളാഹു വച്ച ഷായറുകൾ, അള്ളാഹു നിശ്ചയമായും ആദരിക്കാൻ കൽപ്പിച്ച ഷായറുകളാണ്. അതിനെതിരായിട്ടാണ് അവർ ബഹീറ, സായിബ, വസീല, ഹാമ് എന്നൊക്കെ പറഞ്ഞ്, അതായത് രാഷ്ട്രീയ പൗരോഹിത്യവും മതപൗരോഹിത്യവും ഒക്കെ നിശ്ചയിച്ച് നൽകുന്ന ഷായറുകൾ. അത് അതിലെ തിന്മകളാണ്. ഇത് അങ്ങനെ എന്തൊന്നിലാണോ ഈ മനുഷ്യരിങ്ങനെ ഉണ്ടാകുക, ഈ മനുഷ്യരെന്താ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വിളി എന്ന് പറയുന്നതും റസൂലിൻ്റെ വിളി എന്ന് പറയുന്നതും മനുഷ്യനെ ഉണർച്ചയിലേക്ക് വിളിക്കുകയാണ്. ഉണർച്ചയിലേക്ക് വിളിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ കിടന്നുറങ്ങണവൻ്റെ സുഖം പോകും. നമ്മൾ ഏതൊന്നിലാണോ അതിൽ ചില സുഖങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ സുഖങ്ങൾക്കെതിരെ ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ ആ പ്രയാസങ്ങൾക്കൊന്നും നമ്മൾ മെനക്കെടാൻ പോവില്ല. അപ്പം നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ ജാതിയില്ലേ, ഈ ജാതി, ബ്രാഹ്മണൻ ഒരു ജാതിയാണ്, മേൽജാതിയാണ്. പക്ഷെ അതിൻ്റെ താഴെ ജാതി എന്ന് പറയുന്നത് അയാൾ ആ പീഡനമൊന്നും ശരിക്ക് അതിനെതിരെ ഉണരുന്നൊന്നുമില്ല. അത് ആസ്വദിക്കുകയാണ്. കാരണം അടിമത്തത്തിലുമുണ്ട് ആസ്വാദനം. ഉടമയുടേതായ ആസ്വാദനമുണ്ട്, അടിമയുടേതായ ആസ്വാദനമുണ്ട്. അതാണ് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ ദീനിലുണ്ട്. ആരുടെയും പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഖുർആനോ സുന്നത്തോ അല്ല. എല്ലാവരും എന്താണോ അവരവരിങ്ങനെ ആയിത്തീർന്നത് അതിലങ്ങനെ അടങ്ങിക്കുത്തിരുന്ന്, കാരണം അതിൻ്റേതായൊരു സുഖമുണ്ട്. ആ സുഖത്തിനെതിരെ അള്ളാഹു വിളിക്കുകയാണ്. ഇതാണ് നമ്മൾ ഹയ്യ അലൽ ഫലാ എന്ന് പറയുന്നത്. അത് നിത്യജീവിതത്തിലേക്ക് വിളിക്കുക, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്നത്. ആ വിളിക്കെതിരെ ആളുകൾ ഈ സംഭവത്തിൽ തന്നെ അങ്ങനെ ഒട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിന്നെ കൊല്ലാനൊന്നും പോണ്ടെന്നാണ് റസൂലിനോടാണ് പറയുന്നത്. അത് ബാക്കിയുള്ള വിശ്വാസികളോടും കൂടിയുള്ള വർത്തമാനമാണ്. അവരോട് ചോദിക്കുകയാണ്, അങ്ങനെ ആ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആ ആളുകളോട് ചോദിക്കുകയാണ്, അവലൗക്കാന ആബാഉഹും ലാ യഅലമൂൻ, അവരുടെ ആ പൂർവികരെന്ന് പറയുന്നത് ഒന്നും അറിയാത്ത ആണെങ്കിലും വലാ യഹ്തദൂൻ, അവർ ഹിദായത്ത്, ഒരു സന്മാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും. കാരണം ഇതിൻ്റെ സുഖം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരാൾക്ക് ഈ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ വെറുതെ തമ്പുരാനാകാം, വെറുതെ തമ്പുരാട്ടിയാവാം, ഒരു വൃത്തി മെനയില്ലാത്ത ഒരാൾ തിരുമേനിയാവാം. ഇതൊക്കെ ഇതിൻ്റെ സാധ്യതകളാണ്. ഈ സാധ്യതകളെ ആളുകൾ വിടില്ല. അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു തണലും ഒരു ആസ്വാദനം അതിനുണ്ട്. അടിമത്തത്തിനും അതിൻ്റേതായ പീഡനത്തിനും ഒക്കെ അതിൻ്റെ ആസ്വാദനമുണ്ട്. ഞാൻ ഇന്നലെ ഒരു നൊമാഡ്, ഒരു ചെറുപ്പക്കാരനാണ്, 10-23 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ലോകം സഞ്ചരിക്കുക, 30-34 രാജ്യങ്ങൾ ഈ പ്രായം കൊണ്ട് അയാൾ സഞ്ചരിച്ചു. അയാളുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഈ സാഹസിക യാത്രികനാണ്. അപ്പോൾ ഈ യുദ്ധം അങ്ങനെയുള്ള കൊലപാതക സാധ്യതയൊക്കെ ഉള്ളിടത്ത് അയാൾ പോകും. അങ്ങനെ പോകുമ്പോൾ അയാളോട് ഈ മറ്റാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ലേ എന്ന്. തീർച്ചയായിട്ടും എനിക്ക് ഭയമുണ്ട്, മരിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പോൾ പേടിച്ചിട്ട് ആ ഭയത്തെ ഞാൻ ആസ്വദിക്കുന്നു എന്ന് അയാൾ പറയണം. അതായത് അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അതായത് മനുഷ്യന് അള്ളാഹു ഈ പ്രകൃതിയിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിനെയും ആസ്വദിക്കും. ഇപ്പോൾ നമ്മൾ തീവ് നടത്തുന്നവർ കണ്ടില്ലേ, ആ കുത്തുന്നതും അതുമാതിരി ഇളവൂര് തൂക്കം, ആ തോലുമ്പ പിടിച്ചിട്ടുള്ള തൂക്കങ്ങൾ, ഇതൊക്കെ നോക്കി അതിലൊരു ആസ്വാദനം അവർ ഉണ്ടാക്കുന്നുണ്ട്. സംഗതിയിൽ വേദനയൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിലിങ്ങനെ അടങ്ങി നിൽക്കുമ്പോൾ അതിൻ്റേതായ ആസ്വാദനത്തിൽ നമ്മളങ്ങനെ പെട്ടുപോകും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്ത് കടക്കാൻ വലിയ പാടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരോട് ഇക്കത്തരെ ചോദിക്കാനുള്ളൂ. അതായത് നിങ്ങളുടെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഒന്നും അറിയാത്തവരും ആ പൂർവികർ ഒന്നും അറിയാത്തവരും ഹിദായത്ത് പ്രാപിക്കാത്തവരുമാണെങ്കിലും നിങ്ങൾ അതിൽ തന്നെ നിൽക്കുമോ? കാരണം നിങ്ങളുടെ ജീവിതം ഭൂമിയിൽ അവസാനിക്കില്ല. ഭൂമിയിൽ അവസാനിക്കാൻ ചെയ്യും മതി, പക്ഷേ ഇത് പരലോകത്തേക്ക് കൂടി നീളുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ട് അങ്ങനത്തെ വിശ്വാസികളോടും റസൂലിനോടൊക്കെ പറയുന്നത് പോലെ പറയാ, അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ പ്രഥമമായ ബാധ്യത നിങ്ങളോട് തന്നെയാണെന്നാണ്, ബാക്കിയുള്ളവരോടല്ല. ഏറ്റവും പ്രഥമമായ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ അത് ഈ വിശ്വാസി ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ലാ യദുറുക്കും മൻ വല്ല ഇദഹ്തദൈത്തുന്നാണ്. നിങ്ങൾ ഹിദായത്ത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങൾ ഹിദായത്ത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് നിങ്ങൾ ദിക്റും സലാത്തുമായിട്ട് കുത്തിരിക്കണം എന്നല്ല ഈ പറയണത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഹിദായത്ത് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ ഈ മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുള്ളത്, റസൂല് എന്താണോ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, ആ ഒരു
ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്താൽ, അതായത് നമ്മൾ അള്ളാഹു ഇറക്കിയതിനനുസരിച്ച് ജീവിക്കുക, റസൂലിൻ്റെ മാതൃക പറ്റി ജീവിക്കുക, ഇത് മറ്റു മനുഷ്യർക്ക് നമ്മൾ പരിചയപ്പെടുത്തുക, അവരിലേക്ക് നമ്മുടെ ജീവിതത്തിലൂടെയും പറച്ചിലൂടെയും ഒക്കെ മനുഷ്യരിലേക്ക് എത്തിക്കുക. അതൊക്കെ നമ്മൾ ചെയ്തിട്ട്, അതാണ് ഇദഹ്തദൈത്തു എന്ന് പറയാൻ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടും അവർ അവരുടെ നിലപാടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടാക്കില്ല എന്നാണ്. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രയാസം, അവരങ്ങനെ നിന്നു എന്ന് വെച്ചിട്ട് അത് നിങ്ങളെ ബാധിക്കില്ല, അത് അവരെ തന്നെ ബാധിക്കുള്ളൂ. അതാണ് പറയുന്നത് ലാ യദുറുക്കും മൻ വല്ല ഇദഹ്തദൈത്തും. കാരണം നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് മടക്കം. ആർക്കാണെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഏത് വ്യക്തിയും ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ഈ തിരിച്ചു പോവുക. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഫയുനബ്ബിഉക്കും, അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു തരും. അവിടെ ചെന്നങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു തരും. എന്താ വിശദീകരിച്ചത്? അത് ഖുർആനിൽ വേറെ പറയുന്നുണ്ട്, യൗമ ഇദി യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അതായത് മനുഷ്യരെ കൂട്ടമായോ ഒറ്റയായോ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന, ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയ ബുദ്ധി, ശേഷി, മറ്റു കഴിവുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഭൂമിയിൽ ആരെ അനുസരിച്ചാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിതം സമർപ്പിച്ചത്, അത് അള്ളാഹു ശരിക്ക് കൃത്യമായി അവർക്ക് കാണിച്ചു കൊടുക്കും. ഒന്നും നഷ്ടപ്പെടാതെ അള്ളാഹു അത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ ആയത്തൊക്കെ ഇറങ്ങിയപ്പോൾ ചില സഹാബാക്കളൊക്കെ തലയിൽ കൈവച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണുക. ഞാൻ ഈ ചെയ്തതൊക്കെ എനിക്ക് കാണിച്ചു തരുമെന്ന്. കാരണം ഈ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അവർ കാണിച്ചു കൂട്ടിയതൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ വരികയാണ്. അതൊക്കെ എന്നെങ്ങനെ കാണിക്കും, എൻ്റെ പ്രവൃത്തി. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളുടെ പ്രവൃത്തികൾ ഓരോന്നും ഇങ്ങനെ അത് അതിൻ്റെ കൃത്യതയിൽ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾക്കിങ്ങനെ കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിലേക്ക് ചെന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാവും. അതിലെന്നെങ്ങനെ നിൽക്കുന്ന ആൾക്ക് അതൊരു വിഷയമാവില്ല. പക്ഷെ ഒരു വിശ്വാസത്തിലേക്ക് കൃത്യമായി ചെന്നെത്തിയ സഹാബാക്കളൊക്കെ വിശ്വാസത്തിൻ്റെ ആ പരമകോടിയിലെത്തിയ ആളുകളാണ്. അപ്പോൾ അവർ അത് ശരിക്കും ഇത് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ആ കാഴ്ച വരുന്ന രൂപത്തിലാണ് അവരുള്ളത്. അപ്പോൾ അത് വിശ്വാസികൾക്ക് അങ്ങനെ സംഭവിക്കും. അവർ അതിനെക്കുറിച്ച് അപ്പോഴാണ് അവർ ഇസ്തിഗ്ഫാറും മറ്റതൊക്കെ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ ഇങ്ങനെ അടുക്കാൻ നോക്കുകയും ചെയ്യുക. കാരണം പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടേ അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതാണ് ആ സംഭവം, അതാണ് പറയുന്നത്. അപ്പോൾ യുനബ്ബിഉക്കും, നബ്ബ എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് വൃത്താന്തങ്ങൾക്കാണ്. അത് അതിൻ്റെ കാഴ്ചയുണ്ട്, പറച്ചലുമുണ്ട്, എല്ലാ അനുഭവമൊക്കെ കൂടിയിട്ടാണ് വരിക. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കൃത്യമായും നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും. അത് നല്ലതുണ്ടാവും, ചീത്തതുണ്ടാവും. ഇനി വേറെ ഇത് വസിയ്യത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ വസിയ്യത്ത് എന്ന് പറയുന്നത് നിർബന്ധമായൊരു സംഗതിയൊന്നുമല്ല. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛികമായൊരു സംഭവമാണ് വസിയ്യത്ത്. പക്ഷേ ഈ ഖുർആനിൽ ഇവിടെ ഇതിങ്ങനെ വെച്ച് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ ലാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐച്ഛികമായൊരു വിഷയം ഇത്ര പ്രാധാന്യത്തോടു കൂടി പറയാമെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അള്ളാഹുവും റസൂലും നമുക്ക് തരുന്നത് അതിന് പ്രാധാന്യം, ഗൗരവം, അതിനൊന്നും അങ്ങനെ ഒരു വ്യത്യാസമില്ല. അതിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ഏതൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയം നമ്മൾ എടുക്കുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശം അത് പരമപ്രധാനം തന്നെയാണ്. അത് ഐച്ഛികമായിക്കോട്ടെ നിർബന്ധമായിക്കോട്ടെ, ആ വിഷയം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പരമപ്രധാനമാണ്. അത് ഇവിടെ ഇങ്ങനെ കൊടുന്നു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം. കാരണം ഇനി വരാൻ പോകുന്നത് രംഗം എന്നൊക്കെ പറയുന്നത് ഈസാ നബിനെയും ഉമ്മാനെയൊക്കെ വിചാരണ ചെയ്യുന്ന രംഗങ്ങളാണ്. അപ്പോൾ അത് നമ്മളുടെ ബോധത്തിലേക്ക് ശരിക്ക് അത് ഏത് കാര്യമാണെങ്കിലും അതാണ് ഈ മുസ്ലിം ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളും അത് ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. അതിലൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആ സംഭവങ്ങളുണ്ടാവും. അത് നമ്മൾ കൃത്യമായി പാലിക്കുക, അതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ആ ചിത്രം കൂടി നമ്മുടെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐച്ഛികമായ ഒരു കാര്യത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഷഹാദത്തു ബൈനിക്കും, നിങ്ങളുടെ കിടക്കുള്ള സാക്ഷ്യം, ആ സാക്ഷ്യം അത് ഇദാ ഹളറ അഹദക്കുമുൽ മൗത്തു,
മരണം ഒരുത്തന് ആസന്നമായി, അങ്ങനെ അയാൾക്ക് തോന്നി, അല്ലെങ്കിൽ ഇന്ന ഇതല്ല മിനൽ ആസിമീൻ, എങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ കുറ്റക്കാരാവും. ഈ വാക്യങ്ങൾ വ്യക്തമായി അവരെ കൊണ്ട് പറയിപ്പിച്ച് സത്യം ചെയ്യിക്കണം. കാരണം വേറെ തെളിവുകളില്ല, സാക്ഷികളുടെ വർത്തമാനം മാത്രമേ തെളിവായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സത്യം ചെയ്യിപ്പിച്ചിട്ട് അവരെ വിടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അങ്ങനെ ചെയ്തു. ഫഇൻ ഉസിറ, എന്നിട്ട് വെളിപ്പെട്ടാൽ, അതായത് യാദൃശ്ചികമായി ചില സംഭവങ്ങളാൽ ചില കാര്യങ്ങൾ വെളിപ്പെടും. ഇപ്പം നമ്മൾ നക്സൽ വർഗീസിൻ്റെ കേസില്ലേ, ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ വിളിച്ചു പറഞ്ഞപ്പോഴാണല്ലോ ലക്ഷ്മണക്ക് പിന്നെ ശിക്ഷയൊക്കെ കിട്ടിയല്ലേ. അത് ഇതേമാതിരി വിളിച്ചു പറയാം, കുറേ കാലത്തിന് ശേഷം അതൊക്കെ ഉണ്ടാകുന്നത് എന്നത് മാതിരി എങ്ങനെയെങ്കിലും വെളിപ്പെട്ടാൽ എന്ത് അല അന്നഹുമസ്തഹക്ക ഇസ്മൻ, ഈ കുറ്റം ബാധ്യതയാക്കിയ ആളുകൾ, അതായത് ഇവരുടെ ഈ സാക്ഷ്യം കൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളുണ്ടല്ലോ, ആ കുടുംബക്കാർ, ഇസ്മൻ അവരുടെ ഭാഗത്തുനിന്ന് വല്ല വെളിപ്പെടലും ഉണ്ടായാൽ, ഇതിലെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടർ പിന്നെ മക്കയിലേക്ക് പോയി, ഇവരുടെ ബന്ധുക്കൾ. ഇവർ മക്കയിലേക്ക് പോയപ്പോൾ ഈ കപ്പ് അവിടെ കണ്ടെത്തി. കാരണം ഇത് കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്, മറ്റു മേടിച്ച ആൾക്കാർ കച്ചവടത്തിന്. അപ്പോൾ അവരുടെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇങ്ങനെ രണ്ടാൾക്കാർ ഞങ്ങൾക്ക് വിറ്റതാ. ഇപ്പോഴത്തെ മാർക്കറ്റൊന്നുമല്ലല്ലോ, അന്നൊക്കെ പരസ്പരം അറിയണവരാവുമല്ലോ. ഇത് ഞങ്ങൾക്ക് വിറ്റതാണെന്ന് അവർക്ക് വിവരം കിട്ടി. അവർക്ക് വിവരം കിട്ടി ആ വിഷയം പിന്നെ അവർ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് സംഗതി ശരി തന്നെയാണ്, പക്ഷേ അയാളുടെയൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റിയതല്ല, അത് ഞങ്ങൾക്ക് വിറ്റതാണെന്ന് അവർ മാറ്റി പറഞ്ഞു. അപ്പോൾ ആ മാറ്റി പറച്ചിലിൽ തന്നെ അവരുടെ നുണ പറച്ചിലുണ്ട്. അങ്ങനെ വിഷയം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും വിളിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ ഇത് തന്നെ പറഞ്ഞു. പക്ഷേ സാഹചര്യ തെളിവുകൾ ഇവർക്ക് എതിരായിട്ടുണ്ട്. അപ്പോൾ വെറും ഇപ്പോൾ സാക്ഷികളല്ല, പ്രതികളായി. അപ്പോൾ സാഹചര്യ തെളിവുകളുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്, അവരുടെ ബന്ധുക്കളുണ്ടല്ലോ, അപ്പോൾ ഈ ആ കപ്പ് നഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ ഔലയാനി, അവരോട് ഏറ്റവും അടുത്ത രണ്ടാളുകൾ ഫയുക്സിമാനി ബില്ല, അവർ വന്നിട്ട് സത്യം ചെയ്യണം. എന്താ സത്യം ചെയ്യുന്നുണ്ട്? ല ഷഹാദത്തുന അഹഖു മിൻ ഷഹാദത്തിഹിം, ആദ്യം പറഞ്ഞ ആ രണ്ടുപേരുടെ സാക്ഷ്യത്തേക്കാൾ ഞങ്ങളുടെ സാക്ഷ്യമാണ് സത്യം എന്ന് അവർ സത്യം ചെയ്യണം. മാത്തതൈന, ഞങ്ങൾ അതിൽ ഒരു അതിർലംഘനവും ഞങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ നടത്തിയാൽ ഞങ്ങൾ വാലിമീങ്ങളാവും, ഞങ്ങൾ അക്രമികളാവും എന്ന് വ്യക്തമായ വാക്കുകളിൽ ഈ ജനങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ട് അവർ സത്യം ചെയ്യണം. അങ്ങനെ സത്യം ചെയ്താൽ ആ സത്യമനുസരിച്ചാണ് പിന്നെ വിധി ഉണ്ടാകുക. കാരണം സാഹചര്യ തെളിവുകൾ അവർക്ക് എതിരായി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വേറെ തെളിവുകൾ, അതായത് കൃത്യമായും കോടതിയിൽ തെളിയുന്ന വേറെ തെളിവുകളില്ലെങ്കിലാണ് കേട്ടോ. വേറെ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് വെച്ചിട്ട് തന്നെ അത് വിധിക്കും. ഇവിടെ സാക്ഷ്യത്തിൻ്റെ മാത്രം ഈ സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സാക്ഷ്യത്തെ അവരുടെ സാക്ഷ്യത്തിന് പകരമായി നിൽക്കും. കാരണം അവർക്കെതിരെ നേരത്തെ നുണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മറന്നുപോയി എന്നൊന്നും പറഞ്ഞാൽ ഈ കാര്യത്തിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ സാഹചര്യ തെളിവുകൾ അവർക്ക് പ്രതികൂലമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കാര്യം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഈ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിശ്വാസവും തഖ്വയുമായി ബന്ധപ്പെടുത്തി കെട്ടുക. കാരണം നീതിയില്ല എന്ന് വെച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. ആർക്കും അവരുടെ നീതി കിട്ടണം. ഇതിലൊക്കെ വേറെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും കൂടിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിശ്വാസിയുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച ഇസ്ലാമിക സംഭവത്തിലുണ്ട്. അതായത് അതിന് പണ്ഡിതന്മാർ, അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു കാര്യം, ഈ ആഖറാനി യക്കൂമാനി, അതായത് വേറെ രണ്ട് കൂട്ടർ, അതായത് അവർ വിശ്വാസികളാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം, ഇപ്പോൾ മുസ്ലിമിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ തലാഖിൻ്റെ വിഷയങ്ങളുണ്ടാവും, വ്യഭിചാര ശിക്ഷകളുണ്ടാവും, അതൊക്കെ ഇസ്ലാമുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങൾ മുസ്ലിമിൻ്റെ സാക്ഷ്യം തന്നെ പറ്റുള്ളൂ. മറ്റു വ്യവഹാരങ്ങളിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കച്ചവടം പോലുള്ള കാര്യങ്ങളിൽ മറ്റു സാക്ഷികളെയും ആവാം എന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതൊക്കെ ഏറെക്കുറെ അവസാനം അവതരിച്ച ആയത്താണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു സാക്ഷികൾ, മറ്റു വ്യവഹാരങ്ങളിൽ മറ്റു നീതിമാന്മാരായ ആളുകൾ മുസ്ലിമായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, അങ്ങനത്തെ സാക്ഷികളുമാവാമെന്നാണ്. അതൊക്കെ ഇതിൻ്റെ ഫിഖ്ഹിയായ
ചർച്ചയിൽ പെട്ടതാണ്. കാരണം അങ്ങനെയൊക്കെ ചർച്ചകൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാലൊക്കെ കാണാം. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഈ വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിൽ നീതി എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ഒന്ന് തന്നെ. അതിൽ വിശ്വാസം അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട്, അത് ഉൾച്ചേരാത്തത് കൊണ്ട് ബാക്കിയുള്ള പൊതുനീതിയാണ് ആ കാര്യത്തിലൊക്കെ ഉണ്ടാവുക. ഇവിടെ ഈ മിൻകും എന്നൊക്കെ പറയുന്നിടത്ത് അത് 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 അങ്ങനത്തെ സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പ്രയോഗിക്കുന്നതുകൊണ്ട് നേരെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഈ മിൻകും നിങ്ങളിൽ നിന്നുള്ള എന്ന് പറയില്ല. ഈ മിൻകും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹുവിൽ സത്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വേറെ രണ്ടാൾ വിശ്വാസികളല്ലാത്ത രണ്ടാളാണ് ഇങ്ങനെ സാക്ഷ്യം എന്ന് വിചാരിച്ചാൽ ഈ പള്ളി നിസ്കാരമൊന്നും അവരെ സംബന്ധിച്ച് ബാധകമല്ല അല്ല. അപ്പോൾ അവിടെ മിൻകും എന്നൊന്നും ഉണ്ടാവില്ല, അവിടെ മിൻകും എന്നൊന്നും ഉണ്ടാവില്ല. കാരണം പക്ഷേ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഏതെങ്കിലും നിലക്ക് ദൈവവിശ്വാസിയാണെങ്കിൽ ഈ ആരാധനകളെയൊക്കെ ഒരു ബഹുമാനത്തോടെ കാണുന്ന ഒരു സ്വഭാവം മനുഷ്യരിൽ പൊതുവേ ഉണ്ടാവും. അത് ഏതെങ്കിലും നിലക്ക് വിശ്വാസിയാലുണ്ടാവും. ഇപ്പം ഇന്നത്തെ കാര്യമൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ എന്താ ചോദിച്ചാൽ ഒന്നിലും ആർക്കും വിശ്വാസമില്ല എന്നുള്ളതാണ്. ഈ പറയുന്നവർക്ക് അവരുടേതിലും വിശ്വാസമില്ല. മറ്റുള്ളവനെ എങ്ങനെ അപരനാക്കാം, എങ്ങനെ എതിർക്കാം, എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, അല്ലാതെ എൻ്റേതായ വിശ്വാസങ്ങളില്ല. ഈ പറയുന്ന കാലത്ത് അങ്ങനെയല്ല. ഏതെങ്കിലും നിലക്കൊക്കെ വിശ്വാസിയാണെങ്കിൽ ഇപ്പം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ഹൈന്ദവ സമൂഹങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ യാസീൻ ഓതിപ്പിച്ചേർന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഉപ്പാട് യാസീൻ ഓതാൻ പറയുന്നവനിട്ട് കാശ് തന്നിട്ടുണ്ട്. അതായത് എല്ലാത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഒരു അവരുടേതായി ബന്ധപ്പെട്ട ഒരു ശിർക്ക് അമൈദി തങ്ങളുടെ പേരിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, അതുമായി ബന്ധപ്പെട്ട. പക്ഷേ ഈ ഒരു മൊത്തത്തിലൊരു വിശ്വാസത്തിനെ ആദരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യ സമൂഹത്തിൽ മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ രൂപം സ്വീകരിച്ചത് കൊണ്ടുള്ള സംഭവങ്ങളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മറ്റുള്ളവർക്കത് അവരുടെ കാര്യത്തിൽ ഫുഖഹാക്കളൊക്കെ പറയുന്നത് എന്താ ചോദിച്ചാൽ അവരുടെ ദേവാലയത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി സത്യം ചെയ്യുക, അല്ലെങ്കിൽ അന്നത്തെ ജഡ്ജിക്കോ മറ്റോ യുക്തമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ്. കാരണം ഈ സത്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറേയും കൂടിയും വ്യക്തമാണ്. കാരണം ഇപ്പോൾ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യും, അതുമാതിരി സാമ്പത്തിക സെക്യൂരിറ്റികൾ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും എന്താ വെച്ചാൽ ഈ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഗ്യാരണ്ടി ഇതിനൊന്നുമില്ല. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടും. ഇത് എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് നീതിയുടെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം. ബാക്കിയുള്ളതൊക്കെ എപ്പോഴും എങ്ങോട്ടും മാറാവുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നീതി പുലരണം. കാരണം ഈ ഖുർആനിൽ നമ്മൾ 8-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നീതിക്ക് കാവലാവുക എന്നാണ്. അത് അവിടെ ജസ്റ്റ് അതിലല്ല, ഇവിടെ ആദിൽ നീതിമാന്മാരാവണം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുക ക്രിസ്താണ്. ക്രിസ്ത് എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ വിപുലമായ ആശയമുള്ള ഇതാണ്. അതെന്താ ചോദിച്ചാൽ അള്ളാഹുവിനോട്, മനുഷ്യരോട്, നമ്മളുടെ സഹജീവികളോട്, പ്രകൃതിയോട്, പരിസ്ഥിതിയോട്, ഇതിനോടൊക്കെ നീതി പുലർത്തുമ്പോഴേ ക്രിസ്തു ആവുള്ളൂ. അതൊക്കെ ഈ മുസ്ലിമിനെ അള്ളാഹു ഏൽപ്പിച്ചതാണ്. ആ നീതികളൊക്കെ അതേപോലെ നിലനിൽക്കണം. അത് അള്ളാഹു പറഞ്ഞതുപോലെ, റസൂല് പറഞ്ഞതുപോലെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് പിന്നെ വേറെ പലതിലേക്കും മാറും. അങ്ങനെയാണ് നമ്മൾ ഈ ഫാഷിസം, നാസിസം, സയണിസം ഈ വക സംഭവങ്ങളിലേക്ക് ഇതൊക്കെ മാറും. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് പിന്നെ ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുക. അതൊക്കെ മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ താല്പര്യത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ കൊണ്ടുപോകണം. അത് നമ്മളുടെ ദൈനംദിന ജീവിതമാണെങ്കിലും സാമൂഹിക ജീവിതമാണെങ്കിലും രാഷ്ട്ര ജീവിതമാണെങ്കിലും ഒക്കെ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇതിനൊരു ഏകീകരണ സംഭവം കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വ്യവസ്ഥിതിക്ക് മേൽക്കൈ കിട്ടണം. അങ്ങനത്തെ ഒരു വ്യവസ്ഥിതിയായിരിക്കണം ലോകത്തെ ഭരിക്കേണ്ടത്. അങ്ങനെ ഭരിക്കുമ്പോൾ മാത്രമേ ഇവിടെ നീതി നിലനിർത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ അപ്പോഴും തിന്മയും അവിശ്വാസവും ഒക്കെ ഉണ്ടാവും. ഈ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തതാ? അള്ളാഹ് കൊടുത്തതാ. അതിൻ്റെ മുകളിലൊന്നും ആരും പോയി കയറേണ്ടതില്ല. അതിൻ്റെ മുകളിലൊന്നും ആരും പോയി കയറരുത്. കാരണം റസൂലിനോട് തന്നെ അള്ളാഹു പറയുന്നത് ഇത് എത്തിക്കുക എന്നുള്ള ബാധ്യതയെ നിനക്കുള്ളൂ എന്നാണ്. അതേ ബാധ്യത തന്നെ മുസ്ലിമിനുള്ളൂ. പക്ഷേ ആ സംഭവങ്ങൾ, അതായത് ഈ തിന്മ മേൽക്കൈ നേടിക്കൂടാ, നന്മയാണ് മേൽക്കൈ നേടേണ്ടത്. അത് വിശ്വാസിക്കല്ലെങ്കിലും അതങ്ങനെ തന്നെ. അവിശ്വാസിക്ക് പോലും ജീവിക്കണമെങ്കിൽ ആ നന്മ ഇവിടെ നിലനിൽക്കണം.
നീതി നിലനിൽക്കണം. നീതി നിലനിന്നാലേ ഈ അവിശ്വാസിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം അവർ വിജയിക്കും പറഞ്ഞിട്ട് അതിൻ്റെ മേലെ പിന്നാലെ കൂടുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ അവർക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ വലിയ വലിയ പണക്കാരൊക്കെ കുറിച്ചിട്ട് കേൾക്കട്ടല്ലോ, വലിയ വലിയ സമ്പന്നർ, അവരുടെയൊക്കെ പ്രധാന ഒരു പരിപാടി തന്നെ ഹൈ ലെവൽ ഹൈ സെക്യൂരിറ്റി ബങ്കറുകൾ ഉണ്ടാക്കുകയാണ് അത്രേ. ബങ്കറുകൾ, കാരണം അവർക്കറിയാം ഇത് എവിടേക്കാണ് പോകണമെന്ന്. അപ്പോൾ അവർ കുറേ ആളുകൾ രക്ഷപ്പെടണം. അത് ഒരുപക്ഷെ ചന്ദ്രനിൽ പോയിട്ടാവും രക്ഷപ്പെടുക. ബാക്കിയുള്ളവരൊന്നും അവരുടെ വിഷയമല്ല. അതിൻ്റെ പിന്നാലെ നമ്മൾ ഈ അടിമത്തം പേറി നടക്കുക. ഈ നന്മ ഇവിടെ നിലനിന്നാൽ മാത്രമേ, ഇങ്ങനൊരു സമൂഹം ഇവിടെ മേൽക്കൈ നേടിയാൽ മാത്രമേ എല്ലാവർക്കും ജീവിതം ഉണ്ടാവൂ. അതല്ലെങ്കിൽ ജീവിതമുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കഅബയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കഅബയുടെ നിലനിൽപ്പ് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വരാൻ പോകുന്ന ആയത്തുകളിലും ഒക്കെ ആ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം. ഈ സൂറത്തുൽ മാഇദൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല ലെവലിൽ തന്നെ ചിന്തിച്ച് പഠിച്ച് വായിക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഇതിൻ്റെ ശരിക്ക് അള്ളാഹു പറയുന്ന അതിൻ്റെ ആ ചിത്രം കിട്ടുമോ. നമ്മൾ ഈ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രാഥമികമായ ഒരു സംഭവം മാത്രമാണ്. അതിൽ മാത്രം നിർത്തിയാൽ ഇതൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ, അള്ളാഹ് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാവുന്നില്ല. ദാലിക്ക, അത് ഈ പറയുന്ന ഈ നീതിയുടെ നിലനിൽപ്പും ഈ ഷഹാദത്തും ഈ വക കാര്യങ്ങളൊക്കെ അത് ഏറ്റവും അടുത്തതാണ്, ഏറ്റവും നല്ലത്, ഏറ്റവും സത്യത്തിനോടും യാഥാർത്ഥ്യത്തോടും ഏറ്റെടുത്ത്. എന്ത് യഅ്തൂബി ഷഹാദത്ത്, ഈ ഷഹാദത്ത് ആളുകൾ സാക്ഷ്യം കൊണ്ടുവരാൻ അലാ വജ്ഹിഹ എന്നാണ്, അതിൻ്റെ മുഖത്തേക്ക്. അതായത് തഖ്വാബോധവും വിശ്വാസവും, ആ വിശ്വാസവും ഈ ഷഹാദത്തും മുഖാമുഖം നിർത്തുകയാണ്. ഈ മനുഷ്യൻ്റെ വിശ്വാസവും അവരുടെ ആ ഷഹാദത്തും അവരുടെ സാക്ഷ്യവും മുഖാമുഖം നിർത്തുക. അത് ഒന്നാമത്തത്. വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനത, അതായത് ഞാൻ നാളെ അള്ളാഹുവിനോട് ഇതിന് മറുപടി പറയണം. രണ്ടാമതൊന്നും ഇപ്പോൾ ഈ വിശ്വാസം ഒന്നും ഇല്ല നിൽക്കുക, ഈ വിശ്വാസം ഇല്ല അള്ളാഹുവിൽ ഈ ചോദ്യം ചെയ്യുന്ന വിശ്വാസം. ഔ യഖാഫു, അല്ലെങ്കിൽ അവർ ഭയപ്പെടണം. ആര്? ഈ സാക്ഷ്യം കൊടുക്കുന്ന ആൾ. അൻ തുറദ്ദ ഐമാനും, അവരുടെ ഈ സാക്ഷ്യം തള്ളപ്പെടുമെന്ന്. കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ ഇനിയിപ്പോൾ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഇപ്പോൾ പൊതുപ്രവർത്തകരാണെങ്കിലും അവർക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, ആ സംഭവമുണ്ട്. അത് അവർ ഭയപ്പെടണം. ബഅദ ഐമാനിയും, അവരുടെ ഈ സാക്ഷ്യം പറഞ്ഞിട്ട് അതുകൊണ്ടാണ്ട് പോകുമെന്ന് വിചാരിക്കരുതെന്നും. എന്നെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം പുറത്തേക്ക് വന്നാൽ അവർ ഈ സമൂഹത്തിൽ നാണം കെടുമെന്നുള്ള ആ സംഭവം അവർക്ക് ഉണ്ടാവണം. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രധാനമാണ്. കാരണം ജനങ്ങളുടെ മുന്നിലാണ് ഈ പൊതുപ്രവർത്തകരുടെ, വിശ്വാസിയല്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളുമായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഇടയിൽ നാണം കെടാൻ അവർ ഇഷ്ടപ്പെടില്ല, അതിൻ്റെ നാണം കെടാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഇതിൽ ഉണ്ട്. വിശ്വാസിക്ക് അതിൻ്റേതായ അള്ളാഹുവായിട്ട് മുഖാമുഖം കാണുമെന്നുള്ളതുണ്ട്. വിശ്വാസമൊന്നും ഇല്ലാത്തവർക്ക് ആ നിലക്കുമുള്ളതുമുണ്ട്. അത് രണ്ടും ഇതിൽ ഭാഗമാണെന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാ. ഇതേ പരലോകത്തേക്ക് നീളുള്ളൂ, മറ്റത് ഇവിടെ അവസാനിക്കും. പരലോകത്തേക്ക് നീളുമ്പോൾ നിങ്ങൾ വസ്മാവ്, നിങ്ങൾ കേൾക്കേണ്ടത് ഇത് കേവലം ഒരു ഭരണഘടനാ നിയമം കേൾക്കുന്നത് പോലെയല്ല എന്നാണ്. ഭരണഘടന നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയിലുള്ളതായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഇത് കേൾക്കേണ്ടത് തഖ്വയോടെ കേൾക്കണം, അള്ളാഹുവിനോട് മറുപടി പറയണം എന്നുള്ള ആ ബോധത്തിൽ കേൾക്കണം. അതാണ് വത്തഖുല്ലാഹ വസ്മാഉ. വല്ലാഹു, അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ കൗമ്. ഫസക്ക എന്ന് പറഞ്ഞാൽ ഒരു കായയിൽ നിന്ന് അതിൻ്റെ വിത്ത് തെറിച്ചു പോകുന്നതാണ് ഫസക്ക എന്ന് പറയാം, പൊട്ടിത്തെറിച്ചു പോവുക. അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയ, അതായത് വിശ്വാസം എന്ന് പറയുന്ന കാമ്പ് തെറിച്ചു പോയ ആ കൗമിന് എത്ര അധികം ഉണ്ടെങ്കിലും ആ കൗമിനെ പിന്നെ ഹിദായത്തിലാക്കുക എന്ന് പറയുന്ന, അവർക്ക് പിന്നെ മാർഗദർശനം കിട്ടുക എന്ന് പറയുന്നൊരു ഏർപ്പാടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അള്ളാഹുവിൻ്റെ മാർഗദർശനമല്ലാത്ത വേറെ ഒരു മാർഗദർശനമില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇനി മാർഗദർശനം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഉള്ളിലേക്കൊന്നും അത് കയറാൻ പോകുന്നില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊരു സംഭവമില്ല. അതുകൊണ്ടാണ് ഈ ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് ഈ വിശ്വാസികളെ, ഈ ഖുർആനൊക്കെ ശരിക്ക് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ഹുദ, മുത്തഖീങ്ങൾക്കാണ് മാർഗദർശനം കിട്ടിയതിൻ്റെ ശേഷമല്ല മുത്തഖി. അതായത് മനുഷ്യൻ അവൻ്റെ ഈ ശേഷികൾ, അവന് മാത്രമായിട്ട് അള്ളാഹു വെച്ച് കൊടുത്ത ശേഷികളുണ്ടല്ലോ,
ആ ശേഷികളെ കൊണ്ട് അവൻ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളും അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവൻ പ്രതിബദ്ധതയുള്ളവനാകുമ്പോഴാണ് അവൻ മുത്തക്കിയാകുക. അത് പിന്നെ വളർച്ചയൊക്കെ ഉണ്ട്. അങ്ങനത്തെ മുത്തക്കി എന്ന് പറയുന്നവനാണ് ഈ ഗൈബിൽ വിശ്വസിക്കുന്നവർ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കും, മലക്കുകളിൽ വിശ്വസിക്കും, ഇതിൻ്റെ സൃഷ്ടിയിൽ വിശ്വസിക്കും, അതിൻ്റെ പരിപാലനത്തിൽ വിശ്വസിക്കും. അതൊക്കെ അയാളുടെ ഈ ബുദ്ധിയും ശേഷിയും അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സൃഷ്ടാവിനെ കുറിച്ചിട്ട്. അങ്ങനത്തെ ആളുകൾ, അതൊക്കെ ഗൈബായ കാര്യങ്ങളാണ്. ആ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് മാർഗദർശനം, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്. അങ്ങനെ ഒന്നും വിശ്വസിക്കാതെ അതിനൊന്നും അംഗീകരിക്കാത്ത ഒരാളുകൾക്ക് ഈ ഹിദായത്ത് കൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ഈ മാർഗദർശനം കൊണ്ടൊക്കെ ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അവർ അങ്ങനെ ചത്തൊതുങ്ങുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്നാൽ നമുക്ക് നിർത്താം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.